നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനൽ ഷീബാസ് രുചിയിടത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് ചിക്കൻ സോസേജ് വാങ്ങി. അപ്പോൾ എന്താണ് അത് വെച്ച് തയ്യാറാക്കേണ്ടതെന്ന് ചിന്തിച്ചപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പ്ലേറ്റർ തയ്യാറാക്കിയാലോ എന്ന് വിചാരിച്ചു. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ള വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. അതിനായിട്ട് ചിക്കൻ സോസേജാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സോസേജ് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് ബീഫ്, പോർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും പൗൾട്രിയുടെയൊക്കെ മീറ്റ് മിൻസ് ചെയ്തിട്ട് അതൊരു സിലിണ്ടറിക്കൽ ഷേപ്പിലാക്കിയിട്ട് ഒരു കേസിലാക്കി വരുന്നതാണ്. അതായത് ഈ കേസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പോർക്കിൻ്റെ ഇൻറ്റസ്റ്റൈനോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്കിന്നിനകത്തോ ഒക്കെ ആയിരിക്കും ഇതുപോലെ ഫില്ല് ചെയ്ത് വരുന്നത്. അത് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലായിരിക്കും വരുന്നത്. അതാണ് ഈ സോസേജ്. അത് ഓൾറെഡി അതിനകത്ത് മസാലകളൊക്കെ ആഡ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തോ ഗ്രിൽ ചെയ്തോ ആണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മളത് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വെള്ളത്തിലിട്ട് ബോയിൽ ചെയ്തതിന് ശേഷം അതിൻ്റെ ആ സ്കിന്ന് നീക്കം ചെയ്തിട്ടാണ് ഗ്രിൽ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്ന സോസേജ് ബോയിൽ ചെയ്ത് അതിൻ്റെ സ്കിന്ന് നീക്കം ചെയ്തതാണ്. അപ്പോൾ എനിക്ക് ജസ്റ്റ് പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഇതിലേക്കിട്ട് ഗ്രിൽ ചെയ്തെടുത്താൽ മതി. ഇപ്പം ഞാൻ ഗ്രില്ലിംഗ് പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്കാണ് ഞാൻ സോസേജ് ഇട്ടിരിക്കുന്നത്. ഇത് നോർമൽ പാനിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നല്ലോണം ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ പോലെ ആവും. ഒരു 10 മിനിറ്റ്സ് ഒക്കെ കൊണ്ട് ഇത് കുക്കായി കിട്ടും. നമുക്ക് ഇതിൽ ഓൾറെഡി എല്ലാ ഫ്ലവേഴ്സൊക്കെ ആഡ് ചെയ്തതുകൊണ്ട് നമുക്കിനി ഇത് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. സോസേജൊക്കെ എപ്പോഴും കഴിക്കാനൊന്നും ഞാൻ പറയുന്നില്ല. വല്ലപ്പോഴും ഒക്കെ സോസേജ് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ടൊമാറ്റോ ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കാം. ടൊമാറ്റോ ഫ്രൈ ചെയ്ത് വരുമ്പോൾ അതിന് നല്ലൊരു സ്മോക്കി സ്മെല്ലും അതുപോലെ തന്നെ ചെറിയൊരു മധുരവും ആ പുളിപ്പും ഒക്കെ കൂടി ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ വേറെ സീസണിങ് ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഞാനിതിലേക്ക് കുറച്ച് പൊട്ടറ്റോ ഇട്ട് കൊടുക്കുകയാണ്. പൊട്ടറ്റോ ഞാനിത് ഉപ്പിട്ട് ബോയിൽ ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതും ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് ഇതുപോലെ ഗ്രില്ല് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുവാണ്. ഇപ്പോൾ ടൊമാറ്റോ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റാം, ഇല്ലെങ്കിൽ അത് ഓവർ കുക്കായി പോവും. ഇപ്പോൾ ടൊമാറ്റോ എല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ടറ്റോ ഒന്ന് നല്ലവണ്ണം തിരിച്ചു മറിച്ചിട്ട് കൊടുക്കണം. അതിന് മുൻപായിട്ട് അതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ ഒന്ന് തൂക്കി കൊടുക്കാം. ജസ്റ്റ് ഉപ്പിട്ട് പുഴുങ്ങി വെച്ചതാണ്. ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിതൊന്ന് തിരിച്ച് മറിച്ച് വിടണം. രണ്ട് സൈഡിലും പൗഡർ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ ആ മോയ്സ്ചർ കണ്ടൻ്റൊക്കെ നല്ലോണം വലിഞ്ഞ് വരുന്നുണ്ട്. കുറച്ച് ഓയിൽ നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. സോസേജ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റാം, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ സോസേജ് റെഡി ആയിട്ടുണ്ട്. പൊട്ടറ്റോയും റെഡിയായി. ഓൾറെഡി ബോയിൽ ചെയ്തതായതുകൊണ്ട് ഇതിനകത്ത് കുക്ക് ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ആ മോയ്സ്ചർ കണ്ടൻറ്റ് മാറുമ്പോൾ തന്നെ നമുക്കത് റെഡിയായി കിട്ടും.
ഇനി ഞാനൊരു പാൻ വെച്ചിട്ട് ഒരു ബുൾസൈ ഉണ്ടാക്കുവാണ്. കുറച്ച് ഉപ്പും പെപ്പറും കൂടി സീസണിങ് ചെയ്താണ് ഞാൻ ബുൾസൈ ഉണ്ടാക്കിയിരിക്കുന്നത്. മുട്ടയുടെ വൈറ്റിൽ പ്രോട്ടീനും യെല്ലോയിൽ കൂടുതൽ ന്യൂട്രിയൻസും ഉണ്ട്. അപ്പോൾ ഞാൻ ആ ന്യൂട്രിയൻസ് അധികം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് യെല്ലോ അധികം കുക്ക് ചെയ്യാതെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള എല്ലാം ഞാൻ റെഡിയാക്കി പ്ലേറ്റിലെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കെല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്